ചെറിയ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചൊരു സെഷൻ ഇതിന് ശേഷമുണ്ട്. ഒരു 1:30 ആകുമ്പോൾ എല്ലാവർക്കും ലഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം രമേശ് ചെന്നിത്തലജി ഇവിടെ ഉണ്ട്. നമുക്ക് ആസ്ക് എ ക്വസ്റ്റ്യൻ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് പ്രോഗ്രാം. സോ ഈ സെഷൻ സ്റ്റാൻഡിക്ക് ശേഷം ബിസിനസിനെ സംബന്ധിച്ച് വളരെ ചെറിയ ഷോർട്ട് ക്യാപ്സ്യൂളാണ്. അപ്പോൾ എല്ലാവരും അത് സംബന്ധിക്കണം. അതിനുശേഷം ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നൗ ഐ വെൽക്കം മിസ്റ്റർ സ്റ്റാൻലി ജോർജ് ഓൺ സ്റ്റേജ്. ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഡോക്ടർ സമിതി അംഗമായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, ഈ സിറ്റിയുടെ മേയർ ഓണറബിൾ മേയർ കെൻ മാത്യു, എല്ലാ വിശിഷ്ടാതിഥികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ചുരുക്കമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില കാര്യം പറയാം. ഓസിയെ കുറിച്ച് ഞാൻ ഇപ്പോഴേ അതിനെ കുറിച്ച് പറയണമെന്ന്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്. നമുക്കതിനകത്ത് ഇന്ത്യൻ സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഒരുമിച്ചൊരു നിവേദനം പ്രധാനമന്ത്രിക്കും ഹോം മിനിസ്റ്റർക്കും കൊടുക്കാൻ വളരെയധികം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ വളരെ പ്രഷർ ചെയ്യണം, ഒരു ക്യാമ്പയിൻ ചെയ്യണം. ഇത് നിർത്തരുത്, ഇത് അമേരിക്കൻ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. നമുക്ക് വളരെയധികം സാധ്യതകളും സൗകര്യങ്ങളും നാട്ടിൽ ഒരുക്കി തരുന്ന ഒരു സംഭവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒസയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഞാനൊരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് എനിക്ക് അങ്ങനെ അത്തരത്തിലൊരു ബന്ധമില്ല. അതുകൊണ്ട് അത് പറഞ്ഞവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ 2-3 മിനിറ്റ് കൊണ്ട് അമേരിക്കയിലെ മലയാളി അല്ലെങ്കിൽ പ്രവാസി സംഘടനകളുടെ വെല്ലുവിളികൾ നേതൃത്വ നിലയെക്കുറിച്ചാണ് ഒരു കാര്യം പറയാം. ഇപ്പം നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ജനങ്ങളെ എന്താണ് നമ്മുടെ പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിൻ്റെ വിഷൻ എന്താണ്, നമ്മുടെ അജണ്ട എന്താണ്, കാഴ്ചപ്പാട് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. ഇപ്പം കഴിഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അമേരിക്കയിലെ വലിയൊരു മലയാളി സംഘടനയുടെ പ്രസിഡന്റായി മത്സരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ക്യാമ്പയിനൊക്കെ? സാലി 80,000 ഞാൻ ഓൾറെഡി മുടക്കി, 2 ലക്ഷം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ ഈ പണം മുടക്കി നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനമാണോ? അല്ലെങ്കിൽ അമേരിക്കൻ മലയാളികളെ, അമേരിക്കൻ ഇന്ത്യക്കാരെ തൊട്ടറിയുന്ന, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്ന, അവരുടെ മനസ്സ് വായിക്കുന്ന നേതാക്കന്മാരുണ്ടാകണം. ആ നേതാക്കന്മാരാണ് ഈ പ്രവാസി സംഘടന തലപ്പത്ത് വരേണ്ടത്. അല്ലാതെ ഈ മൂക്കാതെ വഴിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. മൂക്കാതെ വഴിക്കുന്നതിന് ഒരു പ്രയോജനമില്ല. അപ്പോൾ മൂക്കാതെ വഴിക്കുന്ന നേതാക്കന്മാരുണ്ടാകരുത്. ഇപ്പം തന്നെ നമ്മുടെ രമേശ് തന്നെ നോക്കുക. അദ്ദേഹത്തെ ഞാൻ 51 വർഷമാണ് കാണുന്നത്. 51 വർഷം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു ടീനേജറാണ്. ഞാനും ടീനേജറാണ്. പാർലമെന്റ് സെക്രട്ടറി വേദി അദ്ദേഹത്തെ കണ്ടു. അന്നുകൂടെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയാണ്. KSUവിൻ്റെ പ്രസിഡന്റായപ്പോൾ ഞാൻ സംസ്ഥാന കമ്മിറ്റി, അദ്ദേഹത്തോട് KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, AICCയുടെ സെക്രട്ടറിയായി, പല സംസ്ഥാന ചുമതല വഹിച്ചു. അങ്ങനെ പടിപടിയായി താഴെ തട്ടി ഉയർന്നു വന്ന് ജനകീയ നേതാവാണ് രമേശ് ചെന്നിത്തല. ഇതായിരിക്കണം ഒരു നേതാവിൻ്റെ യാത്ര എന്ന് മനസ്സിലാക്കേണ്ടത്. അതായിരിക്കണം. അങ്ങനെ നേതാക്കന്മാർ ഈ സംഘടനകൾക്ക് പോകുന്നത്. അതിന് ഏറ്റവും ഉദാഹരണം അദ്ദേഹം തന്നെയാണ് എടുത്തു കാണിക്കേണ്ടത്. അത് തന്നെ മാത്രമല്ല, നമ്മുടെ സംഘടന എന്താണ് നമ്മുടെ ഈ സമൂഹത്തിൽ ചെയ്യുന്നത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ സമൂഹം ആതുര സേവന രംഗത്തെ, സാങ്കേതിക രംഗത്തെ, ശാസ്ത്ര രംഗത്തെ, വ്യവസായ രംഗത്ത് എല്ലാം മുൻപന്തിയിലാണ് അല്ലേ? പക്ഷെ നമ്മൾ അമേരിക്കയിലെ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഭരണരംഗത്ത്, നിയമനിർമ്മാണ സഭകളിൽ നമ്മുടെ പ്രാതിനിധ്യം എത്രമാത്രമാണ്? വളരെ പിന്നോക്കമാണ്. So our challenge is to raise leaders for American society, Indian leaders, young people, raise them and build them, shape them, encourage them. അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ക്യാമ്പയിൻ ഫണ്ട് ഉണ്ടാകണം. അങ്ങനെ അമേരിക്കയിൽ രാഷ്ട്രീയ രംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത് ഇന്ത്യക്കാരുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന സംഘടന നേതാക്കന്മാർ നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലുള്ള നമ്മുടെ തലമുറകളെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. വലിയ സംഭാവനകൾ ഇന്ത്യൻ സമൂഹത്തിലൂടെ ചെയ്യാൻ കഴിയും. അതായിരിക്കണം നമ്മുടെ സംഘടനകളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ സംഘടനകളൊക്കെ ഈ ഓണാഘോഷവും വടംവലി അകത്തുകൊണ്ട് പുറത്തുമുണ്ട്. പിന്നെ ചീട്ടുകളി മത്സരമോ വള്ളംകളി മത്സരം കൊണ്ട് അവസാനിക്കരുത്. അത് വളരെ വേസ്റ്റാണ്. നമ്മൾ ഈ ചെലവാക്കുന്ന വലിയ തുകകൾ, വലിയ എമൗണ്ട് ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തിയായി മാറാൻ, ഇന്ത്യൻ സമൂഹത്തിന് കരുത്തുണ്ടാകാൻ വേണ്ടിയുള്ള നേതാക്കന്മാരെ വളർത്തെടുക്കാൻ ഈ അമേരിക്കൻ സമൂഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സമയം നൽകിയതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.